എന്റെ ഈശ്വര, അടുത്ത കുരിശ്. എന്തൊരു കുരിശൊക്കെയാണോ ഈ വരുന്നത്? അമ്മയുടെ മോളെ. മനുഷ്യന് മനസമാധാനമായിട്ട് കള്ളു കുടിക്കാൻ സമ്മതിക്കില്ലല്ലോ. എന്തു ഭാവി, എന്താണ്? ഗന്ധർവൻ മാറി ഇപ്പൊ താലക്കൈമാറ്റം അപ്സരസുകളായോ? എന്റെ പൊന്നെ, എന്താ മോളെ, മിഴിമോളെ. രക്ഷപ്പെട്ടു. ഇതത്ര ചെറിയ ഏർപ്പാടല്ലല്ലോ. ഇതിന്റെ ഗുട്ടൻസ് കണ്ടുപിടിച്ച എന്റെ ചില്ലറ ജീവിതം നോട്ട് ജീവിതമായിട്ട് മാറും. എന്താ ഭാവി, എന്താ മോളെ? എന്താണ്? ഓ എന്താടി കാണിച്ചത് മോളെ? ചേച്ചി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി എന്റെ കുഞ്ഞിനെ കൈ കൊണ്ട് തൊട്ടു പോരുതെന്ന്. ഇപ്പൊ ഞാൻ വരാൻ ഒറ്റ സെക്കൻഡ് വൈകിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ്. അയ്യോ ചേച്ചി, ഒന്നും പറ്റില്ലല്ലോ. എന്താ മോളെ, നീ എന്തിനാ പൂജമോളെ അടിച്ചേ? അവള് വൃത്തികേട് കാണിച്ചിട്ട്. വൃത്തികേടോ? എന്ത് വൃത്തികേട്? ഇവൾ എന്റെ കുഞ്ഞിനെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. എന്താ ഇവിടെ ബഹളം? ഇവളെന്തോ ഭ്രാന്തായി പറയുന്നത്? ഞാൻ പറയുന്നത് ഭ്രാന്താണെന്ന് പരശുമാമൻ പറയട്ടെ. പരശുരാമ, ഇവളെന്തായി പറയുന്നത്? ഞാൻ കണ്ടു, ഞാൻ കണ്ടു. എന്റെ ഉടപ്പത്തോളെ ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് നീ എന്താ കണ്ടെന്ന് പറയടാ. പൂജമോളുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് താഴെ വീഴാം. തക്ക സമയത്ത് ആമിമോള് കയറി പിടിച്ചതുകൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു. പിന്നെ അടിച്ച് ഫിറ്റായി നിൽക്കുന്ന പരശുരാമന് കണ്ണ് കാണാവോ? എടാ പൊട്ടൻകുടാപ്പി, നീ എന്നെ വെറുതെ പൊട്ടനാക്കല് കേട്ടോ. അത്യാവശ്യം ഇതൊക്കെ കണ്ടാ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. ലാൻസ് നായിക്ക് പരശുരാമൻ എന്നാണോ അതിന്റെ കളി? സാക്ഷിയുള്ള സ്ഥിതിക്ക് സംഗതി സത്യമാവാനേ വഴിയുള്ളൂ. അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യബദ്ധമായിരിക്കും. അല്ലാതെ പൂജ അത് മനഃപൂർവ്വം ചെയ്യുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആഹാ, വന്നല്ലോ വക്കാലത്തുമായിട്ട്. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു എന്തോന്നും മിണ്ടാത്തേന്ന്. ഇത് കുറച്ച് കഷ്ടാ കേട്ടോ. ഓ, കുഞ്ഞു മരിച്ചുപോയ കുട്ടിയല്ലേ അത്? കുഞ്ഞിനെ കണ്ടപ്പോ ഒന്ന് എടുത്തെന്നിരിക്കും, ചിലപ്പോ കയ്യിൽ നിന്ന് വഴുതിയിട്ടും ഉണ്ടാവും. അത് ഇത്രയും വലിയ സംഭവം ആക്കേണ്ട കാര്യമുണ്ടോ? ക്ലാരമ്മയോട് ആരും അഭിപ്രായം ചോദിച്ചില്ല. ആ
അമ്മ ക്ഷമിക്കണം. വെറുതെ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എല്ലാവരും കൂടി ഈ കുട്ടിയെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അവള് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതേ നിങ്ങളാണോ അതോ സാക്ഷികളാണോ? ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ലെന്ന് ഇവള് പറയട്ടെ. പൂജ, ആമി അറിയാതെ നീ അവളുടെ കുഞ്ഞിനെ എടുത്തോ? എന്താടി മിണ്ടായി നിൽക്കുന്നേ? പറഞ്ഞു കൊടുക്കടി. ഞാൻ അറിയാതെ നീ എന്റെ കുഞ്ഞിനെ എടുത്തില്ലേ? എടുത്തു. കുഞ്ഞ് കരയുന്ന കേട്ടപ്പോ അതൊന്നും നിന്നോട് ചോദിച്ചില്ല. നീ കുഞ്ഞിനെ എടുത്തോ ഇല്ലയോ? എടുത്തെന്ന് സമ്മതിച്ചല്ലോ. ഇനി കുഞ്ഞിനെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയെന്ന് ചോദിച്ചാ പോരെ? അയ്യോ, ഞാൻ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതല്ല. നിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് താഴെ വീഴാൻ പോയോ ഇല്ലയോ? അത് ഞാൻ കാല് തട്ടി. മതി, ധാരാളം മതി. എല്ലാരും കേട്ടല്ലോ.